നമസ്തേ. കലനിറയും കൊല്ലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൗമാരകലയുടെ മാമാങ്കം കൊല്ലത്ത് 3-ാം ദിവസം നടക്കുമ്പോൾ കേരളം കൊല്ലത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം, ഈ സ്കൂൾ കലോത്സവങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും ഈ വാരാന്ത്യങ്ങൾ അതിലൊരു ക്രമീകരിച്ച് അങ്ങനെ 5 ദിവസങ്ങളിൽ വാരാന്ത്യങ്ങൾ ആ ഒരു 2 ദിവസം എത്താറുണ്ട്. അപ്പോൾ ശനിയും ഞായറുമാണ് ഏറ്റവും അധികം ആളുകൾ ഈ മത്സരങ്ങൾ ആസ്വദിക്കാൻ ഒക്കെ ആയിട്ട് ഈ ഓളത്തിലേക്ക് അലിഞ്ഞു തരാനൊക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് രാവിലെ തന്നെ ആ ഒരു ഒഴുക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോടൊപ്പം ഉള്ളത് മത്സരം കഴിഞ്ഞെത്തിയ ഒരു കൊച്ചുമിടുക്കനാണ്. തിരുവനന്തപുരത്തു നിന്നും ആദിത്യൻ. എങ്ങനെയുണ്ട്? നന്നായിട്ട്. മത്സരം നന്നായിരുന്നോ? കലോത്സവം നന്നായിരുന്നു? എല്ലാം നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം വളരെ നന്നായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം ആൺകുട്ടികളുടെ വിഭാഗത്തിലെ അത് സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കലാകാരന്മാരെ കൊല്ലത്തിന് മുന്നോട്ട് വെക്കാനുണ്ട്. മൺമറഞ്ഞു പോയ മഹാരഥന്മാർ. ഇപ്പോൾ ജയൻ സ്മൃതിയാണ് കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിലെ. ഓം മാധവൻ, കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പേരിൽ ഒരു വേദിയുണ്ട്. അങ്ങനെ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് ആദ്യമായിട്ട് എത്തിയതാണ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ. കൊല്ലത്ത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ കൊല്ലത്തിനെ മുന്നോട്ട് വെക്കാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്. കൊല്ലം ബീച്ചുണ്ട് അപ്പുറത്ത്, ഒപ്പം തന്നെ അഡ്വഞ്ചർ പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടേ ഇനി തിരിച്ചു പോകുന്നുള്ളൂ? എല്ലാം കണ്ടിട്ടേ. കൊല്ലത്ത് വന്നിട്ട് നമ്മൾ അതൊന്നും കാണാതെ പോകരുതല്ലോ. അപ്പോൾ കൊല്ലംകാർ എന്തെങ്കിലും അടിപൊളിയായ കലോത്സവത്തെ വരവേൽക്കുന്നുണ്ട്. ആദ്യത്തിന് അത് ഉറപ്പ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും മത്സര ഫലം വരുമ്പോൾ എങ്ങനെയുണ്ട്? ആ ഒരു ആകാംക്ഷ എങ്ങനെയുണ്ട്? ഉറപ്പായിട്ടും എ ഗ്രേഡ് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. സഫലമാകട്ടെ. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഇവിടെ നിന്ന് പെർഫോം ചെയ്യല്ലേ? ഓക്കെ, തീർച്ചയായും. ചിലമ്പോലി ആടി വരുന്നേ, മുത്തപ്പൻ തെയ്യം ഉറഞ്ഞാടുന്നേ, കളിയാട്ടം തീരും മുമ്പേ പറശ്ശിനി കടവിലെ മുത്തപ്പൻ ചരിതങ്ങൾ കേട്ടുകൊള്ളുക. ആനയുണ്ട്, അമ്പാരിയുണ്ട്, പത്തായം നിറയെ നെല്ലുണ്ട്, വാല്യക്കാരുണ്ട്, പൊന്നുണ്ട്, പണമുണ്ട്, സന്തോഷം മാത്രമാ മനക്കലില്ല. ഉണ്ണി പിറക്കാത്ത ദുഃഖത്തിൽ കഴിയുന്നു ശിവഭക്തരാം തമ്പ്രാനും തമ്പ്രാട്ടിയും. ഒരു രാവിൽ ശയനത്തിൽ ശിവദർശനേ സ്വപ്നെ തമ്പ്രാട്ടി ഉണർന്നു പുലരിയായി. തോഴിമാരൊത്തു നീരാടാൻ യാത്രയായി ആ പൊൻപുലരിയിൽ കുളിക്കടവിൽ. ആദ്യത്തിന് നല്ലൊരു കയ്യടി കൊടുക്കാമോ? അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ പ്രേക്ഷകരുടെ കയ്യടി ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു. എ ഗ്രേഡും ഫസ്റ്റൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി തന്നെ, കാരണം ഈ കളിച്ചു വന്നിരിക്കുന്നവർ നമുക്ക് ഒത്തിരി സംസാരിക്കാൻ പറയുന്നത് മനസാക്ഷിക്ക് ചേരുന്നതല്ല, അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു കലനിറയും കൊല്ലത്തിലേക്ക് എത്തിയതിന്. ഒപ്പം തന്നെ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.